ഹലോ ഓൾ, ബിടെക് ടുണ്ട മറ്റൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. ബിടെക് ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസിന് വേണ്ടിയുള്ള ഒരു വീഡിയോ ആണിത്. നിങ്ങൾക്ക് വേണ്ടി ലൈവ് ക്ലാസ്സസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യാൻ പോവാണ്. ഈ വരുന്ന ഡിസംബർ 14 മുതലാണ് ലൈവ് ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മുടെ ഫസ്റ്റ് സീരീസ് എക്സാമിന്റെയും സെക്കൻഡ് സീരീസ് എക്സാമിന്റെയും ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ് മെയിൻ ആയിട്ട് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ലൈവ് സെക്ഷൻ വരുന്നത് നമ്മൾ ആദ്യമേ പറയാം. ബിക്കോസ് കുട്ടികൾ ഏറ്റവും കൂടുതൽ കംപ്ലൈന്റ് പറയുന്ന ഒരു കേസ്, അവർക്ക് നന്നായി പഠിച്ചിട്ടുണ്ട്, അവർക്ക് അറിയാവുന്ന ചോദ്യങ്ങളാണ് എക്സാമിന് ചോദിക്കുക, പക്ഷേ മാർക്ക് വീഴുന്നില്ല. ഇതാണ് നിങ്ങൾ ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ ആയിട്ട് നമുക്ക് മനസ്സിലായിട്ടുള്ളത്. അപ്പൊ ഇതിന് പല പല റീസൺസ് ഒക്കെ ഇവർ പറയുന്നത്. ബിടെക് ഭയങ്കര ടഫ് ആണെന്ന് പറയുന്നുണ്ട്, KTU എന്തോ വലിയ സംഭവമാണ്, നമ്മളെ തോൽപ്പിക്കാൻ വേണ്ടി ഇരിക്കുകയാണെന്നുള്ള രീതിയിൽ കുട്ടികൾ പറയുന്നത്. അങ്ങനെ പല പല കാര്യങ്ങളാണ് നമ്മളിതില് കുട്ടികളുടെ ഭാഗത്ത് നിന്ന് കേട്ടത്. പക്ഷെ നമുക്ക് പറയാനുള്ളത്, നിങ്ങളെ തോൽപ്പിക്കാൻ വേണ്ടി ആരും അവിടെ ഇരിക്കുന്നില്ല. നിങ്ങൾ മര്യാദയ്ക്ക് പഠിക്കുകയാണെന്ന് വെച്ചാൽ നമുക്ക് നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പൊ ആദ്യം തന്നെ നമ്മൾ നോക്കണമെന്ന് വെച്ചാൽ KTUന്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്. ആരാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ട്? അതായത് KTU അവിടെ ഇരുന്നൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടല്ല, നിങ്ങളുടെ കോളേജിലത്തെ ഏതെങ്കിലും 3 കോളേജുകൾ സെലക്ട് ചെയ്ത് അവിടെ നിന്ന് ക്വസ്റ്റ്യൻ പേപ്പർ അറേഞ്ച് ചെയ്ത് 3 സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ, ഏതെങ്കിലും ഒരു സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ് നിങ്ങളുടെ എക്സാമിന് വേണ്ടി വരുന്നത്. അതായത് ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് നിങ്ങളുടെ സാർമാർ തന്നെയാണ്. രണ്ടാമത്തെ കേസ് വാല്യുവേഷനും KTU അവിടെ ഇരുന്നിട്ട് അവിടെയുള്ള പാനലല്ല, നിങ്ങളുടെ കോളേജിലെ സാറുമാര് തന്നെ വന്നിട്ടാണ് ഇവിടെ വാല്യുവേഷൻ നടത്തുന്നത്. അപ്പൊ ഈ 2 കേസ് വരുമ്പോൾ KTU പറയാണ്, KTUവിനെ കുറിച്ച് നമ്മൾ ഇങ്ങനെ പറയാണ്, തോൽപ്പിക്കാൻ വേണ്ടി വല്ലാത്തൊരു നെഗറ്റിവിറ്റി അവിടെ സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. ഇത് ഓരോ റീസൺസ് കണ്ടെത്താണ്. ബിക്കോസ് നിങ്ങൾ ഒരു ചോദ്യം നിങ്ങൾ ചോദിച്ചിട്ടുണ്ട്, അതിന്റെ ഉത്തരം ഇവർക്ക് ഒരു ഗൈഡ് ലൈൻസ് കൊടുത്തിട്ടുണ്ടാവും. ആ ഗൈഡ് ലൈൻസിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ടാവും, ഇതിന്റെ എക്സ്പ്ലനേഷൻ എഴുതിയിട്ടുണ്ടോ, അതിന് മാർക്ക് സ്പ്ലിറ്റ് ചെയ്ത് ഒരു 8 മാർക്കിന്റെ ചോദ്യം 2 മാർക്ക് അതിന്റെ സർക്യൂട്ട് ഡയഗ്രാം വരച്ചതിന്, 2 മാർക്ക് വേവ് ഫോം വരച്ചതിന്, 2 മാർക്ക് എക്സ്പ്ലനേഷന്, 2 മാർക്ക് വേറെ എന്തെങ്കിലും, ഇങ്ങനെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ടാവും. നിങ്ങൾ ആ കൂടി ഒരു സർക്യൂട്ട് ഡയഗ്രാം വരച്ച് എക്സ്പ്ലനേഷൻ മാത്രം എഴുതി വെച്ചെന്ന് വെച്ചാൽ 2 4 മാർക്ക് കിട്ടും. ബാക്കി 4 മാർക്ക് നിങ്ങൾക്ക് അവിടെ മിസ് ആവുക തന്നെയാണ് ചെയ്യുന്നത്. ഒരു ചോദ്യം ചോദിച്ചാൽ എങ്ങനെ എഴുതണം എന്ന് നിങ്ങൾ കൃത്യമായി അറിഞ്ഞിരിക്കണം. ചോദ്യം അറിയാം, ഉത്തരം അറിയാം എന്നതുകൊണ്ട് മാത്രമല്ല, ഇവരുടെ ഗൈഡ് ലൈൻസ് അനുസരിച്ചിട്ട് കൃത്യമായി നിങ്ങൾ ഉത്തരം എഴുതിയിട്ടുണ്ടോ, കൃത്യമായി ഇക്വേഷൻസ് എഴുതിയിട്ടുണ്ടോ എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ ആ രീതിയിൽ നിങ്ങളെ ട്രെയിൻ ചെയ്തെടുക്കാൻ വേണ്ടി തന്നെയാണ് നമ്മൾ ഈ ലൈവ് ക്ലാസ്സസ് അറേഞ്ച് ചെയ്തെടുത്തേക്കണ്. നിങ്ങളുടെ ഈ ലൈവ് ക്ലാസ്സസിൽ നിങ്ങളുടെ കോളേജിലത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ് നമ്മളിവിടെ അറേഞ്ച് ചെയ്തേക്കണം. ഒട്ടുമിക്ക കോളേജിലത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കിട്ടിയിട്ടുണ്ട്. ഇനിയും നിങ്ങൾക്ക് നിങ്ങളുടെ ക്വസ്റ്റ്യൻസ്, ടഫുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ഷെയർ ചെയ്യണമെന്ന് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, 8848664002 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്ത് തരികയോ അല്ലെങ്കിൽ help.btechtutorkerala എന്ന മെയിൽ ഐഡിക്ക് ഇമെയിൽ അയച്ച് തരികയോ ചെയ്യണം. നമ്മൾ ആ ചോദ്യങ്ങൾ കൂടി ഉൾപ്പെടുത്തുന്നതാണ്. നമ്മൾ മാക്സിമം ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഓരോ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുമ്പോഴും ആ ക്വസ്റ്റ്യന് എന്തൊക്കെ എഴുതണം, എന്തൊക്കെ എഴുതണ്ട എന്ന് കൃത്യമായുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് നമ്മൾ പറഞ്ഞു തരുന്നതാണ്. നമുക്ക് മാർക്ക് നല്ല രീതിയിൽ സ്കോർ ചെയ്യാവുന്നതേ ഉള്ളൂ. ഈ പറഞ്ഞ പോലെ ഭയങ്കര ഭീകരമായിട്ടുള്ള സിലബസും അല്ല, നിങ്ങൾക്ക് സുഖമായിട്ട് പഠിക്കാവുന്നതുള്ളൂ. നിങ്ങളിപ്പോ ക്ലാസ്സസ് ഒക്കെ കണ്ടിട്ടുണ്ടെന്ന് മനസ്സിലാവും, വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് പഠിക്കാം. ഈ വലിച്ചു നീട്ടി ഈ പറഞ്ഞ പോലെ വലിയൊരു സംഭവം ഒന്നല്ല നമ്മൾ പഠിക്കാൻ പോകുന്നത്, നമുക്ക് അറിയാവുന്നത്. ബിക്കോസ് +2 ലെവലൊക്കെ നമ്മൾ പഠിച്ചാൽ അതിനെ കുറിച്ചുകൂടെ അഡ്വാൻസ് ലെവലായിട്ടാണ് നമ്മൾ ഇതിൽ പഠിച്ചിട്ടുള്ളത്. വളരെ സിമ്പിൾ ആണ്. പക്ഷെ +2 നമ്മൾ ആൻസർ ചെയ്ത പോലെ ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്ത മാർക്ക് വീടില്ല. ഇവിടെ കൃത്യമായ മാനദണ്ഡങ്ങളുണ്ട്. ആ മാനദണ്ഡങ്ങൾ മനസ്സിലാക്കി തന്നെ നമുക്ക് എക്സാം എഴുതാൻ പറ്റണം. ഓക്കെ, ഇനി നമ്മൾ ഈ പറയുകയാണെങ്കിൽ നമ്മൾ കൃത്യമായ ടൈം ടേബിൾ അനുസരിച്ച് തന്നെയാണ് നിങ്ങൾക്ക് ക്ലാസ് തരാൻ പോകുന്നത്. ആ ടൈം ടേബിളിന്റെ ഷെഡ്യൂളാണ് ഞാൻ ഇട്ടേക്കുന്നത്. ഡിസംബർ 14, അതായത് മറ്റന്നാള് സാറ്റർഡേ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. നമ്മുടെ ഫസ്റ്റ് സെക്ഷൻ വരുന്നത് ഇലക്ട്രിക്കൽ ആണ്, ബേസിക് ഇലക്ട്രിക്. ഗ്രൂപ്പ് എയും ഗ്രൂപ്പ് ബിയിലും ബേസിക് ഇലക്ട്രിക് എന്ന് പറഞ്ഞ സബ്ജക്ട് വൈകിട്ട് 4 മണി തൊട്ട് 6 മണി വരെയാണ് അതിന്റെ ടൈം വരുന്നത്. നെക്സ്റ്റ് ക്ലാസ് വരുന്നത് ഡിസംബർ 15 സൺഡേ ആണ്. സൺഡേ കെമിസ്ട്രി ആണ്. ഗ്രൂപ്പ് A and B ക്ക് ഉള്ളത് തന്നെയാണ്. ടൈം വരുന്നത് 4 PM to 6 PM ആണ്. ഡിസംബർ 16 മൺഡേ ആണ്. മൺഡേ വരുന്നത് ഫിസിക്സ് ആണ്. ഫിസിക്സ് ഗ്രൂപ്പ് ബിയുടെ ഫിസിക്സ് ആണ് വരുന്നത് 6 മണി തൊട്ട് 7 മണി വരെ. ഡിസംബർ 17 ചൊവ്വാഴ്ച ക്ലാസ് വരുന്നത് ഫിസിക്സ് ഗ്രൂപ്പ് സി ആണ്. ഡിസംബർ 17 ടൈം വരുന്നത് 5 PM to 6 PM ആണ്. ഡിസംബർ 18 ബുധനാഴ്ച ഇലക്ട്രോണിക്സ് ആണ്, ബേസിക് ഇലക്ട്രോണിക്സ് ആണ്. ഗ്രൂപ്പ് A and B 6 മണി തൊട്ട് 7 മണി വരെയാണ്. ഡിസംബർ 19 ഫ്രൈഡേ
സിവിലാണ് വരുന്നത്. ഗ്രൂപ്പ് സിക്കാർക്കുള്ളത് 5 PM to 6 PM ആണ് വരുന്നത്. പിന്നെ വരുന്നത് സാറ്റർഡേ December 20 ഗ്രാഫിക്സ് ആണ് വരുന്നത്. ഗ്രൂപ്പ് എ ആൻഡ് ഗ്രൂപ്പ് ബിക്ക് വേണ്ടിയുള്ളത് 11:30 to 1:30 ആണ് ടൈമിംഗ് വരുന്നത്. അപ്പൊ ഞാൻ നിങ്ങൾ പറയുന്നു, നിങ്ങൾക്ക് ഇനിയും ക്വസ്റ്റ്യൻ പേപ്പറും കാര്യങ്ങളുണ്ട്, സൊല്യൂഷൻസ് വേണമെന്ന് വെച്ചാൽ എത്രയും പെട്ടെന്ന് അയച്ചിടാം. നമ്മൾ ഒരു മാർക്ക് പോലും മിസ്സാക്കാൻ പോകുന്നില്ല. നല്ല CGPA കൂടെ തന്നെയാണ് പാസ്സാവാൻ പോകുന്നത്. അപ്പൊ എല്ലാവരും ലൈവ് സെക്ഷൻസ് അറ്റൻഡ് ചെയ്യുക. നമുക്ക് മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാം. ഓക്കെ. അപ്പൊ